നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജനിക്കുന്നവർക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന പൗരത്വ അവകാശം അഥവാ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ യുഎസിൽ സജീവമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വിഷയത്തിൽ യുഎസിലെ ആളുകളുടെ യഥാർത്ഥ നിലപാട് എന്താണ്? റോയിറ്റേഴ്സ് നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭൂരിഭാഗം യുഎസുകാരും ഈ നീക്കത്തെ എതിർക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സർവേ ഫലം? എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയവും നിയമപരവുമായ വശങ്ങൾ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടേമിൽ അധികാരമേറ്റതിന് പിന്നാലെ പുറപ്പെടുവിച്ച ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണിത്. ട്രംപിന്റെ ഈ തീരുമാനമാണ് യുഎസിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചത്. മാതാപിതാക്കൾ യുഎസ് പൗരന്മാരോ അല്ലെങ്കിൽ നിയമപരമായ താമസക്കാരോ അല്ലെങ്കിൽ യുഎസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകരുത് എന്നായിരുന്നു ഈ ഉത്തരവിന്റെ ലക്ഷ്യം. നിലവിൽ യുഎസ് ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം യുഎസിൽ ജനിക്കുന്ന ആർക്കും പൗരത്വത്തിന് അവകാശമുണ്ട്. എന്നാൽ ഈ നിയമത്തെ മറികടക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഇത് കേസാകുകയും ചെയ്തു. ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. യുഎസിലെ പല താമസക്കാർക്കും മാതാപിതാക്കൾക്കും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ട്രംപിന്റെ ഈ ഓർഡർ. ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് റോയിറ്റേഴ്സ് ഒരു സർവേ നടത്തിയത്. ഏകദേശം 4500-ലധികം യുഎസുകാർക്കിടയിലാണ് അവർ വോട്ടെടുപ്പ് നടത്തിയത്. സർവേ ഫലത്തിൽ ഭൂരിപക്ഷം ആളുകളും പൗരത്വ അവകാശം നിർത്തലാക്കുന്നതിനെ ശക്തമായി എതിർത്തു. ഏകദേശം 64% ആളുകൾ എതിർത്തവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ 32% ആളുകൾ മാത്രമാണ് ഈ തീരുമാനത്തെ അനുകൂലിച്ചത്. ട്രംപിന്റെ ഈ ഓർഡറിനെതിരെ കോടതി വിധി പറയാൻ ഇരിക്കുകയാണ്. കൂടാതെ അടുത്ത ചില ആഴ്ചകളിൽ കുടിയേറ്റ നയങ്ങൾ, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ, തിരഞ്ഞെടുപ്പ്, വോട്ടിംഗ് രീതികൾ തുടങ്ങിയ പല പ്രധാന വിഷയങ്ങളിലും വിധിയുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ തീരുമാനങ്ങൾ യുഎസിലെ ഭാവി രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പുകളെയും ഏറെ സ്വാധീനിക്കും എന്നത് ഉറപ്പാണ്. സർവേയിൽ യുഎസിലെ പാർട്ടികൾക്കിടയിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ട്. ഭൂരിഭാഗം ഡെമോക്രാറ്റുകൾ ജന്മാവകാശ പൗരത്വത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചിലർ ഇത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്, എന്നാൽ ചിലർ തുടരണമെന്നും പറയുന്നുണ്ട്. എന്താണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്നും ഈ വിഷയത്തിൽ ട്രംപിന്റെയും കോടതിയുടെയും വാദം എന്താണെന്ന് കൂടെ നോക്കാം. 2025 അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവാണ് ഈ നിർണായക നീക്കത്തിലേക്ക് എത്തിയത്. ട്രംപിന്റെ ഈ ഉത്തരവനുസരിച്ച് യുഎസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന മാതാപിതാക്കൾക്കോ ദീർഘകാല വിസയുള്ളവർക്കോ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വമേധാ പൗരത്വം നൽകുന്നത് നിർത്തലാക്കാനാണ് ഈ ബില്ല്. 1898 യുഎസിൽ നടന്ന ഒരു സുപ്രധാന കേസ് ഈ വ്യവസ്ഥയെ ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ട്രംപ് ഭരണകൂടം വാദിക്കുന്നത് ഈ നിയമം ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് അടിമകളായിരിക്കുന്നവർക്ക് വേണ്ടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവർക്കും ബാധകമാക്കേണ്ടതില്ലെന്നും ട്രംപ് ഭരണകൂടം വാദിക്കുന്നു. ട്രംപ് അനുകൂലികൾ പറയുന്നത് യുഎസിനോട് പൂർണ്ണമായ ബന്ധമില്ലാത്ത ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകേണ്ട ആവശ്യം ഇല്ലെന്നാണ്. നിയന്ത്രണമില്ലാത്ത കുടിയേറ്റവും ബർത്ത് ടൂറിസം പോലെയുള്ള പ്രവണതകളും വർദ്ധിച്ചതാണ് യുഎസിലെ ഈ മാറ്റത്തിന് കാരണമായതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിലവിൽ യുഎസിലെ സുപ്രീം കോടതിയിലെ ഭൂരിഭാഗം ജഡ്ജിമാരും ഈ വാദത്തെ സംശയത്തോടെയാണ് കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് കോടതി അംഗീകരിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇനി ഇത് അംഗീകരിച്ചാൽ യുഎസിൽ താമസിക്കുന്ന പലർക്കും ഇതൊരു തിരിച്ചടിയാണ്.